ഹലോ, രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ പുറപ്പെടണം എന്നായിരുന്നു തീരുമാനം. ഉറക്കം എണീറ്റപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞ സ്ഥിതിക്ക് തീരുമാനത്തിൽ കുറച്ച് മാറ്റം വരുത്തി ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏതാണ്ട് 11 മണി കഴിഞ്ഞിട്ടുണ്ടാവണം. എന്തായാലും കാറിൽ കയറി യാത്ര തുടങ്ങി. അപ്പോഴാണ് ഓർത്തത് എങ്ങോട്ടാണ് പോണ്ടേന്ന് പ്ലാൻ ചെയ്തില്ലല്ലോ എന്ന്. സോ നീണ്ട ഒരു ഡിസ്കഷൻ ഒന്നും ടൈം കളയാതെ ഷടേപടേന്ന് ഒരു തീരുമാനത്തിലെത്തി. ഇതാണ് നമ്മുടെ സൂര്യാന്തി തോട്ടം. ഇനിയിപ്പോൾ ഫോർമലി ഈ സ്ഥലത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ സൂര്യാന്തി തോട്ടം എന്നാണ് വിളിക്കാറ്. തൽക്കാലം ഇപ്പം അതൊക്കെ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ആളെ കാണാൻ പറ്റൂ. പൊതുവെ ഈ സൂര്യാന്തികൾ സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവരൊക്കെ സൂര്യനോട് ഒരു ബന്ധം ഇല്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മളവരുടെ ജീവിത പ്രശ്നത്തിലൊന്നും ഇടപെടാൻ നിൽക്കാതെ നേരെ അകത്തേക്ക് കിടന്നു. ഇവിടെ സ്ട്രോബെറി, വെജിറ്റബിൾ എല്ലാം കൃഷി ചെയ്യലുണ്ട്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് എല്ലാം കരിഞ്ഞുണങ്ങി വാടി നിൽക്കുകയാണ്. സാരല്ല, നമുക്ക് കുറച്ച് കാറ്റ് കൊള്ളണം, പിന്നെ കാര്യം പറയണം, പിന്നെ കുറച്ച് പേരെ പരിചയപ്പെടണം. അത് പറഞ്ഞപ്പോഴാണ്, വാ നമുക്ക് പരിചയപ്പെട്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ഒട്ടാപ്പി. അതേത് ലാംഗ്വേജിലാണ് ഒട്ടാപ്പി എന്ന് പറയുന്നതെന്നല്ലേ? എൻ്റെ ഇത്താടമോ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവ ഒട്ടകത്തിന് ഒട്ടാപ്പി എന്നായിരുന്നു പറയുന്നത്. അന്നോട്ട് നമ്മൾ കുടുംബക്കാർക്ക് മൊത്തവും ഇവ ഒട്ടാപ്പിയാണ്, ഒട്ടാപ്പി. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നി കേട്ടോ. പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ്ങും മാനേജ്മെൻറ്റും ഒന്നും ഇവിടെ നടക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടപ്പോഴാണ് ഓർത്തത് ലീവ് ആൻഡ് ലെറ്റ് ലീവ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ജംഗിൾസിനെ കുറിച്ചുള്ള ഏതോ ഒരു സ്റ്റോറിയുടെ ഹെഡിങ് ആയിരുന്നു ഇത്. അന്നോട്ട് പിന്നെ പഠിച്ചിറങ്ങുന്നവരെ എക്സാമിന് പ്ലക്കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഒറ്റ ഡയലോഗേ ഉള്ളൂ, ലീവ് ആൻഡ് ലെറ്റ് ലീവ്. പഠിച്ചോ സഹായിച്ച് ഏത് സബ്ജക്റ്റ് എന്നാലും ഇത് മാച്ച് ആവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ കൂട്ടി കിടക്കുന്നവരെ കാണുമ്പോഴും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. പാവല്ലേ. ഓക്കെ, മൂവിങ് ഓൺ. ഇപ്പോൾ ഈ ക്യാമറാമാൻ 2x സ്പീഡിൽ ഓടുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മയിൽ പീലി വിടർത്തിയിട്ടുണ്ട്. വന്നപ്പോൾ തൊട്ട് ആളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ഭംഗിയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞത് ആൾക്ക് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. എന്നാൽ അങ്ങനെ ഇപ്പം കാണണ്ടെന്ന് പറഞ്ഞ് ആൾ തിരിഞ്ഞു നിന്ന് കളഞ്ഞു. ഇങ്ങോട്ട് തിരിവായില്ലേ. അങ്ങനെ ലേലു വല്ലുവിന് മുമ്പ് കണ്ടുപിടിച്ച ഗുലുഗുലു മാപ്പ പറിച്ചതിന് ശേഷം പീക്കോക്ക് അങ്ങനെ പറയാം, അതാണ് കൂടുതൽ സേഫ്. ആള് തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും എൻ്റെ റിക്വസ്റ്റൊക്കെ മാനിച്ചതിന് കൃതജ്ഞതയൊക്കെ അർപ്പിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങി. ഈ ഷെൽട്ടർ കാണുമ്പോൾ വലിയ ലുക്കൊന്നും നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിലും ഇവിടെ ഇരിക്കുക അടിപൊളി ഫീലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെയിലടിക്കേയില്ല, എന്ന നല്ല കാറ്റും കിട്ടും. അങ്ങനെ അവിടെ കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. വേറെയും കുറേ ഷെൽട്ടർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫാമിലിക്കൊരു പ്രൈവസി കിട്ടാൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്. ബായിട്ടരച്ച് തൊണ്ട അരയ്ക്കുന്നു. ഇനി കുറച്ച് സൈലൻറ്റ് മോഡിൽ അല്ലെങ്കിൽ വേണ്ട, ഇനി കുറച്ച് മ്യൂസിക് ആവാം.